ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന രീതിയിലൊരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. HD ക്വാളിറ്റിയിലാണ് ഔട്ട്പുട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന 28-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് പ്രിവ്യൂ കണ്ട, അതായത് ഔട്ട്പുട്ട് പ്രിവ്യൂ കണ്ടല്ലോ, ഔട്ട്പുട്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കിവിടെ കംപ്ലീറ്റിനകത്ത് ഒരു എഫക്റ്റ് ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റേസ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് കാണുന്നത്. റേസ് എന്ന് പറഞ്ഞ എഫക്റ്റ്, ഈ റേസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഹൈഡ് ചെയ്ത് വെച്ച കാരണം എന്ന് പറഞ്ഞാൽ ഈ ലാഗ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരുന്നതുകൊണ്ടാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത ശേഷം, അതായത് നെയിമൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം മാത്രം ഈ റേസ് എന്ന് പറഞ്ഞ എഫക്റ്റ് എനേബിൾ ചെയ്ത ശേഷം ടിക്ക്, അതായത് ഇന്ന് മാറ്റിയ ശേഷം എനേബിൾ ആക്കിയ ശേഷം മാത്രം എക്സ്പോർട്ട് ചെയ്യുക. അല്ല എങ്കിൽ ആ എഫക്റ്റ് ലഭിക്കുന്നതല്ലായിരിക്കും. നിങ്ങൾ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത ശേഷം മാത്രം ചെയ്യുക. അല്ല എങ്കിൽ ഇത് ലാഗ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മഹേഷ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഈ പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ 10 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ആ ലെയർ ഉണ്ടല്ലോ, കളറിൻ്റെ ലെയർ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ മഹേഷ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ദീപ എന്നുള്ളൊരു പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് അവിടെ ആ കളറിലായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. റേസ് എന്ന് പറഞ്ഞ എഫക്റ്റ് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾക്ക് ബർത്ത്ഡേ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം 2U എന്ന് പറഞ്ഞാൽ 2 വിഷന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ബർത്ത്ഡേ അല്ലാതെ വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊജക്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ മൈ ഡിയർ എന്ന് കൊടുക്കുന്ന D എന്ന് പറയുന്ന ഓരോ അക്ഷരങ്ങൾ മുകളിലാണ്, ഒരക്ഷരം മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഒരക്ഷരം മാത്രം D മാത്രം മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. മൈ ഡിയർ നോക്കുക, അതിനകത്ത് D എന്ന് പറയുന്ന അക്ഷരം കാണുന്നുണ്ടല്ലോ. എഡിറ്റ് സെക്കൻഡ് D മാറ്റിയ ശേഷം ഇവിടെ ഒരക്ഷരം മാത്രം കൊടുക്കുക. ബാക്കി താഴത്തെ ലെയറിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു P മാത്രം മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതിനകത്ത് റേസ് എന്ന് പറയുന്ന എഫക്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.